Three thin uniform rods of each of mass m and length l are placed along the three axes of Cartesian coordinate system with one end of each rod at the origin. Okay. സോ നമുക്ക് റോഡുകൾ വെച്ചിട്ടുണ്ട്, റോഡുകൾ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, ഒരെൻഡ് ഒറിജിനിൽ തട്ടുന്ന രീതിയിൽ റോഡുകൾ എല്ലാ ആക്സിസിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലയോ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എബൌട്ട് ഇസഡ് ആക്സിസ്, ഇതാണ് ഇസഡ് ആക്സിസ് എന്ന് വിചാരിച്ചോ. ഇസഡ് ആക്സിന് എബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കേണ്ടത്. സോ ഇസഡ് ആക്സിനുമായിട്ട് എബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഇത് ഇസഡ് ആക്സിൽ ചേർന്നിരിക്കുക. ഈ ഇരിക്കുന്ന റോഡ് എവിടെ ഇരിക്കുക? ഇസഡ് ആക്സിൽ ചേർന്നിരിക്കുക. ഇവൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല അല്ലേ. നമ്മൾക്കറിയാം ഒരു റോഡ് ഇങ്ങനെ ഉണ്ടായിരുന്നു, ആക്സ് ഓഫ് റൊട്ടേഷൻ ഇതായിരുന്നു, റോഡ് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഡി ആയിരുന്നെങ്കിൽ എം ഡി സ്ക്വയർ കൺസിഡർ ചെയ്താൽ മതി. പക്ഷേ ഈ ഡി ഉണ്ടോ ഇവിടെ? ഈ ആക്സിലോട്ട് ചേർന്നിരിക്കുന്ന ഈ ഡി ഉണ്ടോ? ഇല്ല. ഓക്കെ. സോ ഇവനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആര് രണ്ട് കൺസിഡർ ചെയ്താൽ മതി? ഇവനെയും കൺസിഡർ ചെയ്താൽ മതി, ഇവനെയും കൺസിഡർ ചെയ്താൽ മതി അല്ലയോ. സോ ഇവൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എത്ര? നമുക്കറിയാം ഒരു ആക്സ് ഉണ്ട്, ഒരു റോഡ് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ കിടന്ന് കറങ്ങുക. അത് എത്ര മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എത്ര? നമുക്ക് ഐ ഈസ് ഈക്വൽ ടു ഇവൻ്റെ I1 കൂട്ടണം, I2 കൂട്ടണം, I3 കൂട്ടേണ്ട ആവശ്യമില്ല അല്ലയോ. ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടാൻ I1 എന്ന് പറഞ്ഞാൽ എത്ര? എം എൽ സ്ക്വയർ, എല്ലാണ് ലെങ്ത് എന്ന് വിചാരിക്കുക. ഓക്കെ, ലെങ്ത് അല്ല, എം എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 അല്ലയോ. സോറി 12 അല്ല, എം എൽ സ്ക്വയർ ഡിവൈഡ് ബൈ 3, എം എൽ സ്ക്വയർ ഡിവൈഡ് ബൈ 3. അതേപോലെ I2 എന്ത് തന്നെയാണ്? എം എൽ സ്ക്വയർ ഡിവൈഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 2/3 എം എൽ സ്ക്വയർ. ഓക്കെ, സോ 2/3 എം എൽ സ്ക്വയർ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഈസി പ്രോബ്ലം അല്ലേ? ഈസി പ്രോബ്ലം. അങ്ങനെ ഏതാ നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. Two masses of 200 gram and 300 gram are attached to the 20 cm and 70 cm mass of a light meter scales respectively. The moment of inertia of this system about the axis passing through 50 cm mark will be. Okay. സോ അതാ നോക്കിയേ, ഇവിടെ ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിലിൻ്റെ ഏതോ ഒരു 20 സെൻറ്റിമീറ്ററിലും ഒരു 70 സെൻറ്റിമീറ്ററിലും എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ട് മാർക്സ് ഉണ്ട്. ഓക്കെ, അവിടെ രണ്ട് എത്ര ഉണ്ട്? 200 ഗ്രാം വെയിറ്റ് ഉണ്ട്. ഇവിടെ എത്ര? 300 ഗ്രാം വെയിറ്റ് ഉണ്ട്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി സിസ്റ്റം അബൌട്ട് ദ ആക്സിസ് പാസിങ് ത്രൂ 50 സെൻറ്റിമീറ്റർ മാർക്ക്. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് 20 ഇത് 70, അങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ ഒരു 50 സെൻറ്റിമീറ്റർ മാർക്കുണ്ട്. ഓക്കെ, ഒരു 50 സെൻറ്റിമീറ്റർ മാർക്കുണ്ട്. സോ ആ 50 സെൻറ്റിമീറ്റർ മാർക്കിന് എബൌട്ടായിട്ടൊരു ആക്സിസ് കൂടെ കറങ്ങുവാണ്. അങ്ങനെ കറങ്ങുവാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ സ്കെയിലിന് വല്ല ഇതുണ്ടോ? സ്കെയിലിന് വലിയ വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ സ്കെയിലിൻ്റെ വെയിറ്റ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് 300 ഗ്രാം വെയിറ്റ് ഇവിടെ ഒരു പാർട്ടിക്കിളും 200 ഗ്രാം വെയിറ്റുള്ള ഇവിടെ ഒരു പാർട്ടിക്കിളും ഇരിക്കുന്നു. അത് ഇതിന് എലോങ് ആയിട്ട് കറങ്ങുന്നു. ഈ ഒരു ആക്സിസിന് എലോങ് ആയിട്ട് എന്ത് ചെയ്യുന്നു? കറങ്ങുന്നു. അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ചാൽ മതി. ഈസി അല്ലേ കണ്ടുപിടിക്കാൻ? I ഈസ് ഈക്വൽ ടു എന്താ? അതാണ്ട് ഈ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ പ്ലസ് ഈ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എത്ര? m ഇൻറ്റു ആർ സ്ക്വയർ. എം എത്ര ഇവിടെ? 300 ഇൻറ്റു ആർ സ്ക്വയർ. ഡിസ്റ്റൻസ് എത്ര? നമുക്കറിയാം ഇത് എത്ര? ഇത് 50 മുതൽ 70 വരെ, അതായത് ഇത് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും ഈ ഡിസ്റ്റൻസ് അല്ലയോ. ഇത് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, സോ എം ആർ സ്ക്വയർ 20 ഇൻറ്റു 20 ഈസിക്കൽ ടു എം ആർ സ്ക്വയർ. നമുക്കിവിടെ എല്ലാം കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറിലാണ് തന്നിരിക്കുന്നത് ഇല്ലയോ. അപ്പോൾ അതിനെല്ലാം നമുക്ക് മാറ്റണം. ഓക്കെ, മാറ്റാം. കിലോഗ്രാം അല്ലേ, ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ ആദ്യമേ ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണമായിരുന്നു. ഇൻറ്റു ഇവിടെ ഇത് സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലയോ, സോറി മീറ്റർ സ്ക്വയർ അല്ലയോ. ഇത് രണ്ടും മീറ്റർ കിടക്കുന്ന സാധനങ്ങളല്ലയോ. ഇത് രണ്ട് സെൻറ്റിമീറ്റർ കിടക്കുക. സെൻറ്റിമീറ്ററിനെ നമുക്ക് എന്താക്കണം? മീറ്ററിലാക്കണം. കാരണം നമ്മുടെ ഓപ്ഷൻ എല്ലാം കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറാണ്. സോ സെൻറ്റിമീറ്ററിന് മീറ്റർ ആക്കണം 100 ഉണ്ട്. ഇതിനെ മീറ്റർ ആക്കണം, അതിനെ 100 ഉണ്ട്. സോ മൊത്തത്തിൽ ഒരു 100 × 100 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, പ്ലസ് അടുത്ത ഇവൻ്റെ എന്താ? ഇവൻ്റെത് 200 ഗ്രാം ഇൻറ്റു റേഡിയസ് എത്ര? ഡിസ്റ്റൻസ് എത്ര? 50 നിന്ന് 20 വരാൻ 30 അല്ലയോ. സോ 30 ഇൻറ്റു 30. 200-നെ കിലോഗ്രാമിനെ ഗ്രാം ആക്കണം, ഈ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കണം, ഇതിനെ മീറ്റർ ആക്കണം. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ആൻസറിലോട്ടെത്താം. നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്ത് കളയാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാം. അതാ നോക്കിയേ, മൊത്തത്തിൽ എത്ര 0 3 4 0 ഉണ്ടല്ലേ. 1 2 3 4 0 കട്ട് ചെയ്യാം.
4 0 കട്ട് ചെയ്യാം. ഇവിടെ 1 2 3 4 4 0 കട്ട് ചെയ്ത്. ബാക്കി എന്തുണ്ട്? 3 × 2 6 6 × 2 12 പ്ലസ് ഇവിടെ എത്രയുണ്ട്? 3 × 3 9 9 × 2 18 ഡിവൈഡഡ് ബൈ 1000 വിച്ച് ഈസ് ഈക്വൽ ടു 18 + 12 എത്ര? 20 30 ഡിവൈഡഡ് ബൈ 1000 വിച്ച് ഈസ് ഈക്വൽ ടു 0.03 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ അല്ലയോ? അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് ഓപ്ഷൻ ബി ഉണ്ടല്ലയോ, 0.03 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഈസി ആയിട്ട് ചെയ്തുകൂടെ? ഈസി ആയിട്ട് ചെയ്യാം. നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 3 identical uniform rods each of length L are joined to form a rigid equilateral triangle. Its radius of gyration about an axis passing through a corner and perpendicular to the plane of the triangle is. Okay. എന്താ വെച്ചേക്കുന്നത്? 3 ഐഡൻറ്റിക്കൽ റോഡുകൾ, 3 L ലെങ്ത് ഉള്ള ഐഡൻറ്റിക്കൽ റോഡുകൾ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലയോ? ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? 3 സൈഡും ഈക്വൽ ആയിരിക്കും. അതേപോലെ ആംഗിൾസ് എല്ലാം എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അതിൻ്റെ ഏതെങ്കിലും ഒരു കോർണർ എടുക്കുക. ഞാൻ താണ്ട് ഈ കോർണർ എടുക്കുക. ഈ കോർണറിന് പെർപെൻഡിക്കുലർ, ഈ കോർണറിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ആയിരിക്കണം. അതുപോലെ എന്തായിരിക്കണം? ഈ ട്രയാങ്കിളിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതായത് ഞാനിപ്പോൾ ഈ പടം വരച്ച് ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അല്ലയോ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ട്. ആ ആക്സിസിലൂടെ എന്ത് ചെയ്യുന്നത്? ആ ആക്സിസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടോട്ടൽ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആയി ചെയ്യുന്നത്. റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ആരെ കിട്ടും? റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടും. ഓക്കെ, സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും എനിക്കറിയാം ഇതാണ്ട് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ഇതാ നോക്കിയേ, ഇങ്ങനെ ആയിരുന്ന ആക്സിസ് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ആ ആക്സിന് അബൌട്ടായിട്ട് ഇത് എന്ത് ചെയ്യാൻ പോവുക? റൊട്ടേറ്റ് ചെയ്യാൻ പോവുക. അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഈ റോഡും നമുക്കറിയാം ഈ കണ്ടീഷൻ അല്ലയോ? അതാണ്ട് ഇങ്ങനെ ഒരു റോഡ് നിന്ന് കറങ്ങുന്ന കണ്ടീഷൻ നമ്മൾ പഠിച്ചതല്ലയോ? നമ്മൾ പഠിച്ചതാ. ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്ര ആയിരുന്നു? എല്ലായിരുന്നു ഈ ലെങ്തെങ്കിൽ ml² ഡിവൈഡഡ് ബൈ 3 ആയിരുന്നു നമ്മൾ പഠിച്ചതാ അല്ലയോ? സോ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ എത്ര? ml² ഡിവൈഡഡ് ബൈ 3 ആണ്. ഇതിൻ്റെ എത്ര? അതും അത് തന്നെ, ml² ഡിവൈഡഡ് ബൈ 3 തന്നെ. ഇനി ഇവനെ നോക്കുമ്പോൾ എന്താ സംഭവം? ഇതാ നോക്കിക്കേ, ഇവിടെ നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് പാരലാക്സ് തിയറം യൂസ് ചെയ്യാൻ പറ്റും അല്ലയോ? ഈ ആക്സിസിന് പാരലായിട്ട് ഞാൻ താണ്ട് ഇവിടെ ഒരു ആക്സിസ് വരയ്ക്കുക അല്ലേ? ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ, ഈ എല്ലിൻ്റെ സെൻറ്ററിൽ കൂടെ. സോ ആ സെൻറ്ററിൽ കൂടെ ആ സ്വന്തം ഒരു ബോഡി വേറൊരു ആക്സിസുമായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ പാരലാക്സ് തിയറം യൂസ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒരു ആക്സിസ് ഇവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെ കറങ്ങുമായിരുന്നു. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ ബോഡി സ്വന്തം ആക്സിസിൽ കറങ്ങുന്ന ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടല്ലോ, അതേ പ്ലസ് എന്ത് ചെയ്താൽ മതി? m × ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. അങ്ങനെയല്ലേ നമ്മൾ പാരലാക്സ് തിയറം പഠിച്ചത്? നമുക്കിവിടെ അത് ചെയ്യാം. സോ ഇതിന് അബൌട്ടായിട്ട് കറങ്ങുന്ന ഇത് എക്സ് ഡിസ്റ്റൻസ് ആയിരുന്നു വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ റോഡ് എന്ത് ചെയ്യുക? എക്സ് ഡിസ്റ്റൻസ് മാറി നിന്നിട്ട് ഈ ആക്സിസിന് അബൌട്ടായിട്ട് എന്ത് ചെയ്യുക? കറങ്ങുക. അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് വേണ്ടത്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ സ്വന്തം ആക്സിസിൽ കറങ്ങുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം. എത്ര m × താണ്ടെ ഇതെന്താ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റോഡ് അതിൻ്റെ സ്വന്തം ആക്സിസിൽ കറങ്ങുന്ന കണ്ടീഷൻ അല്ലയോ? അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം. എത്ര? ml² ഡിവൈഡ് ബൈ 12 ആണെന്ന് നമുക്കറിയാം. സോ ml² ഡിവൈഡ് ബൈ 12 അത് സ്വന്തം ആക്സിസിൽ കറങ്ങുന്നത് കിട്ടി. ഇനി എന്ത് ചെയ്യണം? പ്ലസ് ഇതിൻ്റെ ടോട്ടൽ ഈ ബോഡിയുടെ ഈ പോയിന്റിന് അബൌട്ടായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടാനാണ്. ഓക്കെ, സോ ml² ബൈ 12 പ്ലസ് എന്താ? mh² ഇല്ലേ? സോ ഈ എച്ച് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ എച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ സൈഡ് എല്ലാം നമുക്കറിയാം അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? HC = എന്താ? L സൈൻ തീറ്റ അല്ലേ? L സൈൻ തീറ്റ ഇവിടെ 60. സോ √3/2 × L. HC = എന്ത് കിട്ടും? √3/2 L കിട്ടും. സോ h² എന്ത് കിട്ടും? h² = 3L/4 എന്ന് കിട്ടും. സോ m × 3L² അല്ലേ? L² 3L²/4 വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കിതെല്ലാം ഡിനോമിനേറ്ററിലെല്ലാം 12 ആക്കാം. 12 ആക്കാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യണം? ml²/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലയോ? 4 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 4ml² മൊത്തത്തിൽ 8ml². ഒരെണ്ണം കൂടെ ഉണ്ട് 9 ml². ഓക്കെ, സോ 9 ml². ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? 12 ആക്കണം. 12 ആക്കണോ എന്ത് ചെയ്യണം? മുകളിലും താഴെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വരും? ഒരു 9 ml². സോ ടോട്ടൽ എത്ര ഉണ്ട്? 18 ml² ഡിവൈഡഡ് ബൈ എത്ര? 12. 6 കൊണ്ട് കട്ട് ചെയ്യാം.
6 കൊണ്ട് കട്ട് ചെയ്യാം, 6 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 വരും, 3 വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി 3m 3ml² ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് ചോദിച്ചേക്കുന്നത്, നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അല്ല ചോദിച്ചേക്കുന്നത്, നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, നമുക്കറിയാം ഐ ഈസ് ഈക്വൽ ടു എന്താ, ഐ ഈസ് ഈക്വൽ ടു എന്താ m² ആണ് അല്ലേ, m×k². റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ജനറൽ ഇക്വേഷൻ, റേഡിയസ് ഓഫ് ഗൈറേഷൻ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതുന്നെങ്കിൽ ജനറലി നമുക്ക് ഇങ്ങനെ പറയാം ഐ ഈസ് ഈക്വൽ ടു m×k² എന്ന് പറയാം. ഇനി എം എത്ര ഇവിടെ മൊത്തത്തിൽ മാസ് എത്ര ഉണ്ട്, ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ മാസ് m ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ 3 കൂടെ മൊത്തത്തിൽ നമുക്ക് 3m മാസ് ഉണ്ട്. ഓക്കെ, ടോട്ടൽ മാസ് കിട്ടി. 3m×k² ആണെന്ന് തോന്നുന്നു ഐ എന്ന് പറയുന്നത്. ഓക്കെ അല്ലയോ? ഓക്കെ, സോ 3m×k² ഈസ് ഈക്വൽ ടു എന്താ, നമുക്കിവിടെ കിട്ടിയായിരുന്നു എന്താ 3ml² ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എം നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. 3ഉം 3 എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. സോ k² ഈസ് ഈക്വൽ ടു എന്താ l² ബൈ 2, അല്ലെങ്കിൽ k ഈസ് ഈക്വൽ ടു എന്താ l/√2 അല്ലേ. സോ l/√2 കെയുടെ k ഈസ് ഈക്വൽ ടു l/√2 എവിടെയെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ സോൾവ് ചെയ്യാൻ അറിയാം. ഇവിടെ നമ്മൾ ഏത് തിയറം യൂസ് ചെയ്തു, നമുക്ക് പാരലാക്സ് തിയറം കൂടെ യൂസ് ചെയ്തിട്ട് വേണമായിരുന്നു ഇങ്ങനൊരു ബോഡി മാറി നിൽക്കുവാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ, അല്ലയോ? ഈ പോയിൻ്റ് അബൌട്ട് ആയിട്ടുള്ള നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് കൂടെ ഇവിടെ കയറി വന്ന് അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുന്നതും ശ്രദ്ധിക്കുക. ഓക്കെ ആണേ? ഓക്കെ, സോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 point masses, each of value m are placed at the corners of a square ABCD of side length L. The moment of inertia through A and parallel to BD is. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്, ABCD ഒരു നമ്മുടെ കയ്യിൽ ABCD എന്ന് പറയുന്നൊരു റെക്റ്റാങ്കിൾ ഉണ്ട്, ABCD. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത് 4 point masses each of value m are placed corners of square. ഓക്കെ, എല്ലാ കോർണറിലും എന്ത് ചെയ്തിട്ടുണ്ട്, m മാസുകൾ വെച്ചിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കുന്നത് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ത്രൂ എയിലൂടെ ഉള്ള ഒരു ആക്സിസ് ആയിരിക്കണം, അത് ബി ഡിക്ക് പാരലലും ആയിരിക്കണം. ഓക്കെ, ബി ഡിക്ക് പാരലായിട്ടുള്ള ഒരു ആക്സിസ്. ഓക്കെ, ഈ ആക്സിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈ സിസ്റ്റത്തിൻ്റെ കണ്ടുപിടിക്കേണ്ടത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്താ ഐ ഈസ് ഈക്വൽ ടു ഇതാ നോക്കിയേ m ഇൻറ്റു ഫസ്റ്റ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്തൊരു ഡിസ്റ്റൻസാണ് നമുക്ക് വേണ്ടുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ് വേണ്ടുന്നത്, അല്ലയോ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടും, ഇതിൻ്റെ എല്ലാ സൈഡ് എല്ലാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയേ, ഇത് ഒരു സ്ക്വയർ അല്ലേ, സ്ക്വയർ ആകുമ്പോൾ ഇതെല്ലാം 90 ഡിഗ്രി ആയിരിക്കും. ഇത് മൊത്തത്തിൽ എത്ര 180 ഡിഗ്രി അല്ലയോ, ഇത് മൊത്തത്തിൽ 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൈഡ് മാത്രം എടുത്തു കഴിഞ്ഞാലോ, ഇത് മാത്രം ഇത്രയും മാത്രം എടുത്തു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും ആംഗിൾ, ഇത് 90 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ ചേർന്നാണൊക്കെ എന്തോന്ന് 90 വരുന്നത് ഇല്ലയോ. സോ ഇത് എന്തായിരിക്കും 45 ഡിഗ്രി ആയിരിക്കും. ഇത് എത്ര ആയിരിക്കും 45 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇത് 45, ഇത് 45, മൊത്തത്തിൽ 90, ഇത് 90, മൊത്തം എത്ര ആവും 180 ആവും. ഓക്കെ, സോ 45 ഡിഗ്രിയാണ്, ഇതും എത്ര 45 ഡിഗ്രിയാണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസുകളാണ് നമുക്ക് വേണ്ടുന്നത്. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടും, ഇതാണ്ടേ എൽ ഇതാണ്, 45 ഡിഗ്രി ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എൽ ഇൻറ്റു സൈൻ 45 എടുക്കുക. ഓക്കെ, എൽ ഇൻറ്റു സൈൻ 45 ആയിരിക്കും എന്തോന്ന് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇല്ലയോ. എൽ ഇൻറ്റു സൈൻ 45, അതായത് എത്ര l/√2 ഇല്ലയോ, l/√2. ഓക്കെ, സോ ഐ ഈസ് ഈക്വൽ ടു എന്ത് പറയാം m ഇൻറ്റു r². ഇവിടെ r എത്ര, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര l/√2 അല്ലയോ. സോ ml² ഡിവൈഡഡ് ബൈ 2 വരും. ഓക്കെ, എല്ലിന് പകരം എന്ത് കൊടുക്കുക l/√2 കൊടുക്കുക, l² ഡിവൈഡ് ബൈ 2 എന്ന് വരും. സിമിലർ ആയിട്ട് ഇതാ നോക്കിയേ, ഇവൻ്റെയും അങ്ങനെ തന്നെ സിമിലർ ആയിട്ട് വരത്തില്ലയോ, അവൻ്റെയും എന്ത് വരും ml² ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇനി ആരുണ്ട്, അതാണ്ട് ഈ മാസമുണ്ട്. ഇവനെ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ആക്സുമായിട്ട് ചേർന്നിരിക്കുക, അവന് ഡിസ്റ്റൻസ് ഒന്നുമില്ല, അവനെ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതാണ്ട് ഇവനെ എടുക്കണം അല്ലയോ. ഇവനെന്ന് പറഞ്ഞാൽ എത്ര ദൂരം അകലെയാ, ഇതാ നോക്കിയേ, ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നെയല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്, കാരണം ഈ ബി ഡിക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് തോന്നുന്നു അതാണ്ട് ഈ ലൈൻ എന്ന് പറയുന്നത് അല്ലേ. സോ ബി ഡിക്ക് പെർപെൻഡിക്കുലർ ആണ് നമ്മുടെ ആക്സിസും. ഓക്കെ ആണേ, കാരണം ഇത് 2 ഡയഗണൽസ് അല്ലേ, സ്ക്വയറിൻ്റെ 2 ഡയഗണലും ഇൻ്റർസെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് 90 ഡിഗ്രി ഇല്ല. സോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നെ കിട്ടിയേക്കുന്നത്, നമുക്ക് ആ ഡിസ്റ്റൻസ് എടുത്താൽ മതി. ഓക്കെ ആണേ, കൺഫ്യൂഷനൊന്നും ഇല്ലേ. സോ ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക, ഇത് ഡയമീറ്റർ അല്ലയോ, ലെങ്ത് ഉള്ള ഒരു റെക്റ്റാങ്കിൾ സ്ക്വയർ ആണെങ്കിൽ, ഓക്കെ,
ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എന്തായിരിക്കും, ഡയമീറ്റർ അല്ല, അതിൻ്റെ ഡയഗണൽ എന്തായിരിക്കും, √2L ആയിരിക്കും അല്ലേ. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം, m ഇൻറ്റു √2L ദ ഹോൾ സ്ക്വയർ അല്ലയോ, അല്ലെങ്കിൽ 2 ഇൻറ്റു L², 2mL². ഓക്കെ, സോ I ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇത് 2mL² ഉണ്ട്, ഇത് ഹാഫും കൂടെ ചേർന്ന് 1 ആവും. സോ മൊത്തത്തിൽ എത്ര, 3mL² കിട്ടും അല്ലയോ, 3mL². സോ ആൻസർ എന്താ, 3mL². ഓപ്ഷൻ ഡി ആയിരിക്കും തോന്നുന്നത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഈസി ആയിട്ട് ചെയ്തൂടെ, ഈസി ആയിട്ട് ചെയ്യാം. സോ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുന്നത് ഓർത്ത് വെച്ചേക്കുക, ക്വസ്റ്റ്യൻസിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാതെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇത് എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A wheel is rotating at 900 rpm about its axis. When power is cut off, it comes to rest in 1 minute. The angular retardation is. Okay. ആംഗുലാർ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആംഗുലാർ റിട്ടാർഡേഷൻ ആൽഫ എന്ന് നമുക്ക് വിളിക്കാം, ആംഗുലാർ ആക്സലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ നമുക്ക് എന്ത് വിളിക്കാം, ആൽഫ എന്ന് വിളിക്കാം. ആൽഫ ഈസിക്കൽ എന്താ, നമുക്കറിയാം dω/dt എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ചേഞ്ച് ഇൻ ഒമേഗ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, അല്ലെങ്കിൽ ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനിഷ്യൽ ഡിവൈഡഡ് ബൈ ടൈം, ഇങ്ങനെയും വിളിച്ചുകൂടെ, ഇങ്ങനെയും വിളിക്കാം. ഓക്കെ, ഇത് നമ്മുടെ ജനറൽ ഇക്വേഷനാണ്. നമുക്കറിയാം, നമുക്ക് ഫൈനൽ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു u പ്ലസ് AT അല്ലേ, അല്ലെങ്കിൽ a ഈസ് ഈക്വൽ ടു v മൈനസ് u ഡിവൈഡഡ് ബൈ t. ഈ സെയിം സാധനം തന്നെ ഇവിടെ ആംഗുലാർ ആയതുകൊണ്ട് ടേംസ് അല്ല ആംഗുലാർ ടേംസ് വരുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം ഒമേഗ ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്താ, 0 ആണെന്ന് നമുക്കറിയാം, അത് നമുക്കറിയാം. ഇനി ഒമേഗ ഇനിഷ്യൽ നമുക്ക് കണ്ടുപിടിക്കണ്ടേ, ഒമേഗ ഇനിഷ്യൽ കണ്ടുപിടിക്കണം. സോ ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഒമേഗ ഇനിഷ്യൽ ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, റെസ്റ്റ് ഇൻ 1 മിനിറ്റ് ആ ടൈം. അപ്പോൾ നമുക്കറിയാം എത്ര, 60 സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി ഒമേഗ ഐ മാത്രം കണ്ടുപിടിച്ചാൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ ഐ ഈസ് ഈക്വൽ ടു, ഒമേഗ ഐ എങ്ങനെ കണ്ടുപിടിക്കാം, ഒമേഗ ഈസ് ഈക്വൽ ടു 2πn. നമുക്ക് n തന്നിട്ടുണ്ടല്ലയോ, റൊട്ടേഷൻ തന്നിട്ടുണ്ടല്ലയോ. സോ ഒമേഗ ഈസ് ഈക്വൽ ടു എന്താ, 2π ഇൻറ്റു n, റൊട്ടേഷൻ തന്നിട്ടുണ്ട് 900 rpm തന്നിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം n എന്ന് പറഞ്ഞാൽ എന്താ, n എന്ന് പറഞ്ഞത് റൊട്ടേഷൻസ് പെർ സെക്കൻഡ്, RPS. സോ 900 ഡിവൈഡഡ് ബൈ എത്ര, ഒരു മിനിറ്റിൽ അല്ലയോ, 900 എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ പെർ മിനിറ്റാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഓക്കെ, 60 ഡിവൈഡ് ബൈ 60. സോ 0 കട്ട് ചെയ്ത് പോകും, നമുക്ക് 2ഉം 6ഉം കൂടെ കട്ട് ചെയ്ത് 3 ആക്കാം, ഇതും കൂടെ കട്ട് ചെയ്ത് 3 ആക്കാം. സോ എത്ര കിട്ടും, 30π കിട്ടും അല്ലേ, 30π. ഓക്കെ, 30π. സോ ഒമേഗ ഈസ് ഈക്വൽ ടു, ഒമേഗ ഐ എന്ന് പറയുന്നത് 30π കിട്ടി, മൈനസ് ഓഫ് 30π ഡിവൈഡഡ് ബൈ 60 വിച്ച് ഈസ് ഈക്വൽ ടു 0 കട്ട് ചെയ്ത് -π/2. ഓക്കെ, സോ ആൽഫ എത്ര കിട്ടി, അല്ലെങ്കിൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് -π/2 എന്ന് കിട്ടി, അതായത് -π/2 ആക്സലറേഷൻ അല്ല, π/2 റിട്ടാർഡേഷൻ ആണ്. ഓക്കെ, സോ -π/2 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, റിട്ടാർഡേഷൻ ആയതുകൊണ്ട്. ഓക്കെ, ഇവിടെ റിട്ടാർഡേഷൻ തന്നെ ചോദിച്ചേക്കുന്നത്, സോ ജസ്റ്റ് π/2 ടിക്ക് ചെയ്യാം. ഓക്കെ, സോ നോക്കിയോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. A torque of 30 Newton meter is acting on a wheel of mass 5 kg and moment of inertia 2 kg meter square. ഓക്കെ, ഒരു വീലുണ്ട്, വീലിനകത്ത് ആക്ട് ചെയ്യുന്ന ടോർക്ക് തന്നിട്ടുണ്ട്, വീലിൻ്റെ മാസ് തന്നിട്ടുണ്ട്, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ തന്നിട്ടുണ്ട്. ഇനി എന്താ ചോദിച്ചേക്കുന്നത്, നമുക്കെന്താ ചോദിച്ചേക്കുന്നത്, if the wheel starts rotating from the rest when its angular displacement in 10 seconds will be. ഓക്കെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് 10 സെക്കൻഡ് കഴിയുമ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് 10 സെക്കൻഡിൽ അത് എത്രത്തോളം ആംഗുലാർ ഡിസ്പ്ലേസ് ചെയ്തെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ നമുക്കറിയാം, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ അല്ലയോ, UT പ്ലസ് ഹാഫ് AT സ്ക്വയർ തന്നെ. ഓക്കെ, ഇവിടെ ഇനിഷ്യലി റെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒമേഗ 0 അല്ലെങ്കിൽ ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി 0 ആണെന്ന് നമുക്ക് പറയാം. സോ തീറ്റ ഈസ് ഈക്വൽ ടു ഹാഫ് ആൽഫ ടി സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി അല്ലയോ. ഇനി നമുക്കിത് വേണ്ടുന്നത് ആരെയാ, നമുക്ക് 10 സെക്കൻഡ് ടി നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് വേണ്ടുന്നത് ആൽഫയാണ്. ആൽഫ കണ്ടുപിടിക്കാൻ നമ്മുടെ എന്തെങ്കിലും ഉണ്ടോ, ഉണ്ട്. ഇതാ നോക്കിയേ, ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് നമുക്ക് അറിഞ്ഞൂടെ, ടോർക്ക് നമുക്ക് തന്നിട്ടുണ്ട് 30 ന്യൂട്ടൺ മീറ്റർ, 30 ഈസ് ഈക്വൽ ടു ഐ നമുക്ക് തന്നിട്ടുണ്ട്, താണ്ട് 2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ, ഐ ഇൻറ്റു ആൽഫ. സോ ആൽഫ ഈസ് ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും, 15 റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സോ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, ഹാഫ് ഇൻറ്റു 15 ഇൻറ്റു ടി സ്ക്വയർ, ടി എത്ര 10 സ്ക്വയർ എത്ര 100 വിച്ച് ഈസ് ഈക്വൽ ടു 1500 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര 750 റാഡ് ഇല്ലയോ, 750 റാഡ്. സോ ഓപ്ഷൻ എ ആണെന്ന് തോന്നുന്നു കറക്റ്റ് ആൻസർ. ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ.
അങ്ങനെ എന്താ നോക്കിയാൽ ഇവിടെ എന്താ തന്നിരിക്കുന്നത്, എ ബ്ലോക്ക് ഓഫ് മാസ് 2 kilogram hangs from a rim of wheel of radius 0.5 meter. On releasing from rest, the block falls through 5 meter height in 2 seconds. 5 meter height 2 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് താഴോട്ട് വീഴുന്നുണ്ട്. ഓക്കെ, ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ വീലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കാം നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഇവിടുന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് ടോ ഈസിക്കൽ ടു ഐ ആൽഫ ഉണ്ടല്ലോ, അതിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഐ ഈസിക്കൽ ടു ടോ ബൈ ആൽഫ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാം അല്ലേ. ഇതിൽ നിന്ന് ടോർക്ക് നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം 2 kilogram മാസ് ഉണ്ട്, ഇതിനൊരു വെയിറ്റ് mg താഴോട്ടുണ്ട് അല്ലയോ. അതേപോലെ mg എന്ന് പറയുന്ന വെയിറ്റ് താഴോട്ടുണ്ട്, അതേപോലെ ഒരു ടി ടെൻഷൻ മേളിലോട്ടുണ്ട്. സോ ഈ mg വെയിറ്റ് താഴോട്ടും ടി ടെൻഷൻ മേളിലോട്ടും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റീവായിട്ടൊരു ആക്സലറേഷൻ ഈ ബോഡി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. അതായത് MA ഫോഴ്സ് നെറ്റ് എഫക്റ്റായിട്ട് താഴോട്ടും ഉണ്ട്. അതുകൊണ്ട് ആ ബോഡി എന്ത് ചെയ്യുന്നത്, താഴോട്ട് വീഴുന്നത്. ഓക്കെ, ഇത്തരം കാര്യം നമുക്കറിയാം. ഇനി ഈ MA നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ടോർക്ക് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടോർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം, ടോർക്ക് ഉണ്ടാക്കുന്നത് ആരാ, ടോ ഈസ് ഈക്വൽ ടു ടോർക്ക് ഉണ്ടാക്കുന്നത് ആരാ, ഈ ടെൻഷൻ തന്നെ അല്ലേ ടോർക്ക് ഉണ്ടാക്കുന്നത്. ഈ ടെൻഷനാണ് പുള്ളിക്കകത്ത് എന്ത് ചെയ്യുന്നത്, ടോർക്ക് ഉണ്ടാക്കുന്നത്. സോ പുള്ളിയിൽ ടോർക്ക് ഉണ്ടാക്കുന്നത് ടെൻഷനാണ്. ടി ഇൻറ്റു എന്ത് ചെയ്യാം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0.5 ചെയ്യാം ടോർക്ക് കണ്ടുപിടിക്കാൻ. ഇനി ഈ ടെൻഷൻ നമുക്ക് കണ്ടുപിടിച്ചാൽ പോരെ. ടെൻഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം mg മൈനസ് ടി ഈസ് ഈക്വൽ ടു എന്താ, MA ആയിരുന്നു നമുക്കറിയാം അല്ലയോ. സോ ടി ഈസ് ഈക്വൽ ടു എന്താ, M ഇൻറ്റു G മൈനസ് A അങ്ങനെയും വിളിക്കാം, അല്ലെങ്കിൽ MG മൈനസ് MA എന്ന് വിളിക്കുക. MG എത്ര, 2 × 10, G ഈസ് ഈക്വൽ ടു 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ M എത്ര, 2 ആണെന്ന് തന്നിട്ടുണ്ട്. 2 ആണെന്ന് നമുക്കറിയാം. 20 മൈനസ് MA എത്ര, മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസ് 2 ആണ് ഇൻറ്റു ആക്സലറേഷൻ. ആക്സലറേഷൻ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ഈ ബോഡി താഴോട്ട് വീഴുന്ന ആക്സലറേഷൻ, ലീനിയർ ആക്സലറേഷൻ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ലീനിയർ ആക്സലറേഷൻ, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് അത് കണ്ടുപിടിക്കാനൊരു ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. 5 മീറ്റർ ഹൈറ്റ് 2 സെക്കൻഡ് കൊണ്ട് അത് എന്ത് ചെയ്ത് താഴോട്ട് വീണ്. അതായത് S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 5 ഈസ് ഈക്വൽ ടു, ഇത് ഇനിഷ്യലി റെസ്റ്റ് നിന്നാണ് കിട്ടുന്നത്, ഹാഫ് ഇൻറ്റു A ഇൻറ്റു ടി സ്ക്വയർ. ടി എത്ര നമുക്കറിയാം, ടി എത്ര 2 സെക്കൻഡ്, അതായത് 4. ടി സ്ക്വയർ ആകുമ്പോൾ 4 കിട്ടും. വിച്ച് ഇംപ്ലൈസ് A ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, A ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. എത്ര കിട്ടും, 10 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഇനി അവിടെ നമുക്ക് എയ്ക്ക് പകരം ഇവിടെ 10/4 ഇട്ട് കൊടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 20 മൈനസ് 20 ഡിവൈഡ് ബൈ 4 എത്ര, 20 ഡിവൈഡ് ബൈ 4 5, വിച്ച് ഈസ് ഈക്വൽ ടു 15 കിട്ടും അല്ലേ. 15 കിട്ടും. സോ ടി എന്ന് പറയുന്നത് 15 കിട്ടി. സോ ടോ ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു 5/2 അല്ലേ. 15 ഇൻറ്റു 5/10 എന്ന് എഴുതാം. 15 ഇൻറ്റു 5/10 അല്ലെങ്കിൽ 0.5 എന്ത് ചെയ്യാം, 1/2 എന്ന് എഴുതാം. 0.5 1/2 എന്ന് എഴുതാം. സോ ടി ഈസ് ഈക്വൽ ടു എന്താ, 15/2 എന്ന് കിട്ടി. ഓക്കെ, സോ ഐ ഈസ് ഈക്വൽ ടു ടോ ബൈ ആൽഫയാണ്. ഐ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 15 ഡിവൈഡഡ് ബൈ 2 ടോ ബൈ ആൽഫ. ആൽഫ വേണം നമുക്ക് അല്ലയോ. ആൽഫ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ലീനിയർ ആക്സലറേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ലീനിയർ ആക്സലറേഷൻ വെച്ചിട്ട് ആംഗുലർ ആക്സലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാം അല്ലയോ. ലീനിയർ ആക്സലറേഷൻ വെച്ചിട്ട് ആംഗുലർ ആക്സലറേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. എ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, ആർ ആൽഫ ആയിരുന്നു നമുക്കറിയാം. ആൽഫ ഈസ് ഈക്വൽ ടു A/R, വിച്ച് ഈസ് ഈക്വൽ ടു എ എത്ര ഇവിടെ കിട്ടിയത് നമുക്ക് 10/4 ഡിവൈഡഡ് ബൈ എത്ര, ആർ എത്ര 0.5 അല്ലയോ, അല്ലെങ്കിൽ 1/2, വിച്ച് ഈസ് ഈക്വൽ ടു 10/4 ഇൻറ്റു 2, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 20 ഡിവൈഡ് ബൈ 4, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര 5 എന്ന് കിട്ടും അല്ലയോ. 20 ഡിവൈഡ് ബൈ 4 5 എന്ന് കിട്ടും. സോ നമുക്ക് ആംഗുലർ ആക്സലറേഷൻ എത്ര കിട്ടി, 5 കിട്ടി. ഓക്കെ, സോ ആൽഫ ഈസ് ഈക്വൽ ടു 5 കിട്ടി. ഐ ഈസ് ഈക്വൽ ടു അപ്പോൾ എന്ത് കിട്ടും, ഐ ഈസ് ഈക്വൽ ടു 15 ഡിവൈഡ് ബൈ 10 കിട്ടും. 15 ഡിവൈഡ് ബൈ 10, വിച്ച് ഈസ് ഈക്വൽ ടു 1.5. ഓക്കെ, സോ 1.5 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, സോറി സിസ്റ്റത്തിൻ്റെ അല്ല, ഈ വീലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലയോ, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റി. സോ ഈ ടൈപ്പ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ടെൻഷൻ യൂസ് ചെയ്തിട്ട് ആ പുള്ളിക്കകത്തുള്ള ടോർക്കൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ആംഗുലർ ആക്സലറേഷനും അതേപോലെ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആസ് ഡിസ്ക് ലൈക്ക് റീൽ വിത്ത് മാസ്ലെസ്, ഓക്കെ, എ ഡിസ്ക് ലൈക്കാണ്. ഓക്കെ,
എ ഡിസ്ക് ലൈക്ക് റീൽ വിത്ത് massless thread unrolls itself while falling vertically downwards. The acceleration of its fall is. ഓക്കെ, സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഡിസ്ക് ലൈക്ക് റീലുണ്ട്, അതെന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് മാസ്ലെസ് ആയിട്ടുള്ള ത്രെഡാണ്, അതെന്ത് ചെയ്യുക, ഇങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കുക, ഓക്കെ, താഴോട്ട് വീണുകൊണ്ടിരിക്കുക. സോ ഇതിൻ്റെ ഡൗൺവേർഡ് ആക്സിലറേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ താഴോട്ട് വീഴുന്നതിൻ്റെ ഡൗൺവേർഡ് ആക്സിലറേഷൻ എത്രയാണെന്നാണ് നമ്മളിത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതാ നോക്കിയാൽ നമുക്കറിയാം, ഇത് വെറുതെ ഇങ്ങനെ ഒരു ഡിസ്ക് ലൈക്ക് സ്ട്രക്ചറായിരുന്നു, കുറേ നൂലിങ്ങനെ ചുറ്റി ഡിസ്ക് പോലെ ഉണ്ടാക്കി വെച്ചേക്കും. അതിന് എന്ത് ചെയ്യുക, ഇങ്ങനെ വെറുതെ താഴോട്ട് വിടുക. ഓക്കെ, അങ്ങനെ താഴോട്ട് വീഴുമ്പോൾ അത് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ വള്ളിയെല്ലാം അഴിഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ട് വീഴുന്നുണ്ട്. അങ്ങനെ വീഴുമ്പോൾ ഉള്ള ആക്സിലറേഷനെ കണ്ടുപിടിക്കാൻ ചോദിക്കും. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതിൻ്റെ പ്രത്യേകത എന്താ, വെറുതെ ഇങ്ങനെ വെച്ചിട്ട് വെറുതെ ഇട്ടതല്ലയോ, റെസ്റ്റിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ഇതാണ്. ഇതിനകത്ത് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇതിനകത്ത് ആക്ട് ചെയ്യുന്നില്ല. സോ ഇതിൻ്റെ ടോർക്ക് നമ്മൾ ഒരു കൺസെപ്റ്റ് പഠിച്ചായിരുന്നു അല്ലേ, എക്സ്റ്റേണൽ ഫോഴ്സോ വേറെ കാര്യങ്ങളൊന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ടോർക്ക് ഏത് പോയിന്റിന് അബൌട്ടായിട്ട് ടോർക്ക് എടുത്താലും അതെല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും, നമ്മൾ പഠിച്ചായിരുന്നു. സോ നമുക്ക് ഇവിടുന്ന് ടോർക്ക് ഇതാണ്ട് ഈ പോയിന്റിന് അബൌട്ടായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുക, പി എന്ന് പറയുന്ന ഈ പോയിന്റിന് അബൌട്ടായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുക, ടോർക്ക് എടുക്കാൻ പോകും, ടോർക്ക് കണ്ടുപിടിക്കാൻ പോവുക. എന്തിനാണ് ഞാൻ ടോർക്ക് കണ്ടുപിടിക്കുന്നത്? എനിക്കറിയാം ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താ, ഐ ആൽഫ. ആ ആൽഫയിൽ നിന്ന് എനിക്ക് കിട്ടും ആംഗുലാർ ആക്സിലറേഷൻ. എനിക്ക് ടോർക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ആംഗുലാർ ആക്സിലറേഷൻ കിട്ടും. ആംഗുലാർ ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ലീനിയർ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, ഇല്ലയോ, കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ആൽഫ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ആൽഫ കണ്ടുപിടിക്കാനായിട്ട് ആദ്യമേ എനിക്ക് ടോർക്കിൻ്റെ വാല്യൂ അറിയണം, ഐയുടെ വാല്യൂ അറിയണം. ഐയുടെ വാല്യൂ എന്തായാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഒരു ഡിസ്ക് ലൈക്ക് ഒബ്ജക്റ്റ് അത് റോൾ ചെയ്ത് വീഴുക. നമുക്ക് നമ്മുടെ തിയറംസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഐയും കണ്ടുപിടിക്കാം, അതേപോലെ ആരെയും കണ്ടുപിടിക്കാം, ടോർക്കിനെയും കണ്ടുപിടിക്കാം. അതിൽ നിന്ന് നമുക്ക് ആൽഫ കിട്ടും. ഓക്കെ, ആ ആൽഫയിൽ നമുക്ക് എ കിട്ടും. ചെയ്യാം നമുക്ക്. ഓക്കെ, സോ അതാ നോക്കിയാൽ നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത്, ടോർക്ക് ആദ്യമേ കണ്ടുപിടിക്കണം. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ടോ ഈസ് ഈക്വൽ ടു ഇതാണ്ട് ഈ വെയിറ്റ് എത്ര, ഇതിൻ്റെ താഴോട്ടുള്ള വെയിറ്റ് എം ജി അല്ലയോ, എം മാസ് ഉണ്ടെന്ന് വിചാരിക്കുക, ടോട്ടൽ ആ ഡിസ്കിന് എം മാസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എം ജി വെയിറ്റ് താഴോട്ടുണ്ട്. ടോർക്ക് എന്ന് പറഞ്ഞാൽ എം ജി ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ ഇതാണ്ട് ഈ പോയിന്റ് അബൌട്ടായിട്ടാണ് ഞാൻ ടോർക്ക് എടുക്കുന്നത്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ആ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. ഇതെത്ര ഡിസ്റ്റൻസ്, ഇതിൻ്റെ റേഡിയസ് വല്ലതും തന്നിട്ടുണ്ടോ നമുക്ക്? ഇതിൻ്റെ റേഡിയസ് ഒന്നും തന്നിട്ടില്ല, ഞാൻ ജസ്റ്റ് ആർ എന്ന് എടുക്കുക. ഓക്കെ, സോ ടോർക്ക് ഈസ് ഈക്വൽ ടു എം ജി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ. ഓക്കെ ആണേ? ഓക്കെ, സോ ടോർക്ക് എം ജി ഇൻറ്റു ആർ ആണെന്ന് മനസ്സിലായി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, എം ജി ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ. ഐ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതാ നോക്കിയേ, ഈ ബോഡിയുടെ ഈ പോയിന്റ് അബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എനിക്ക് വേണ്ടുന്നത് ഇല്ലയോ, ഈ പോയിന്റ് അബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എനിക്ക് എങ്ങനെ കിട്ടും? അതാണ്ട് ഇതിൻ്റെ സ്വന്തം സെൻറ്ററിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പ്ലസ് എന്ത് ചെയ്യാം, ഈ ഡിസ്റ്റൻസ് കൂടെ കൺസിഡർ ചെയ്ത് നമുക്ക് പാരലാക്സ് തിയറം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ടോട്ടൽ ആ ബോഡിയുടെ അല്ലെങ്കിൽ ആ ടോട്ടൽ ആ സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുക. നോക്കുക, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഐ ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? എനിക്കറിയാം ഈ ബോഡി സ്വന്തം ആക്സിസിൽ ഇതാണ്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെയുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സെൻറ്ററിലൂടെയുള്ള ഒരു ആക്സിസിന് എബൌട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡിസ്ക് അങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം എത്ര ആയിരുന്നു, എം ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആയിരുന്നു അല്ലയോ. സോ അത് നമുക്കറിയാം എം ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആണെന്നറിയാം. പക്ഷേ അതുകൊണ്ട് തീർന്നില്ല, ഇതിന് ഈ സെൻറ്ററിനോട്ട് എബൌട്ടായിട്ടുള്ള പോയിന്റിൽ നിന്നല്ല നമുക്ക് വേണ്ടുന്നത് എന്താ, ഇത് കണ്ട് ഇങ്ങനൊരു പോയിന്റിൽ നിന്നാണ് വേണ്ടുന്നത്. കണ്ടോ, ശരി, മാറി എക്സ് ദൂരം മാറി അല്ലെങ്കിൽ ആർ ദൂരം മാറി നിൽക്കുന്ന ഒരു ആക്സിസാണ്. ആ ആക്സിസിന് അബൌട്ടായിട്ട് കറങ്ങുന്ന മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വേണ്ടുന്നത്. ഓക്കെ, സോ ആ ആക്സിസിന് അബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് എങ്ങനെ കിട്ടും, എം ആർ സ്ക്വയർ ബൈ 2 പ്ലസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, എം ഇൻറ്റു ആർ സ്ക്വയർ ചെയ്താൽ മതി ഇല്ലയോ. സോ ഇതാ ടോട്ടൽ ഐ എന്ന് പറയുന്നത് ആൽഫ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എം എല്ലായിടത്തും കോമൺ ആയിട്ടുണ്ട്, എം നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. ഓരോ ആറ് വെച്ചും നമുക്ക് എന്ത് ചെയ്യാം, എല്ലായിടത്തുനിന്നും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, സോ ജി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ജി ഈസ് ഈക്വൽ ടു 1 ആറിങ് കോമൺ ആയിട്ട് വെളിയിലെടുത്തു. ആറിങ് കോമൺ ആയിട്ട് വെളിയിലെടുത്ത് കഴിഞ്ഞാൽ 1 + 1/2 എത്ര, 1 + 1/2 3/2 ഇൻറ്റു ആൽഫ. സോ ആൽഫ ഈസ് ഈക്വൽ ടു എന്താ, 2g ഡിവൈഡഡ് ബൈ 3r എന്ന് കിട്ടും. ഓക്കെ, ആൽഫ ഈസ് ഈക്വൽ ടു 2g ഡിവൈഡ് ബൈ 3r എന്ന് കിട്ടും. സോ ആൽഫ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആക്സിലറേഷനാണ് വേണ്ടത് അല്ലയോ. എ ഈസ് ഈക്വൽ ടു എന്താ, r ഇൻറ്റു ആൽഫ.
ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ആൽഫ എത്ര 2/3r ഇൻറ്റു ജി, ആറും ആറും ക്യാൻസൽ ആവും, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 2/3g എന്ന് കിട്ടും. ഓക്കെ, സോ 2/3g ഓപ്ഷൻ ഡി ആണെന്ന് തോന്നുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈസി അല്ലേ ചെയ്യാനായിട്ട്? ഈസിയായി ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾക്ക് എന്താ അറിയേണ്ടത്? ഇതാണ്ട് ഈ പി എന്ന് പറയുന്ന പോയിന്റിനെ പോയിട്ടായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ബോഡി ഇങ്ങനെ റോൾ ചെയ്ത് വീഴുന്നു. ഓക്കെ, സോ ഈ പോയിന്റിന് അബൌട്ടായിട്ടുള്ള ഒരു റൊട്ടേഷൻ, ആ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ സ്വന്തം ആക്സിലുള്ള റൊട്ടേഷനെ പ്ലസ് ഇൻറ്റ് mh². ഓക്കെ, സോ ആ പാരലാക്സ് തിയറം യൂസ് ചെയ്യാൻ പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ നോക്കാം, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് എ ബോഡി ഈസ് ഒമേഗ. ഒമേഗ വന്നിട്ടുണ്ട്, ആംഗുലാർ വെലോസിറ്റി വന്നിട്ടുണ്ട്, അതേപോലെ നമുക്ക് ടോർക്ക് വന്നിട്ടുണ്ട്, റൊട്ടേഷണൽ പവറാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റൊട്ടേഷണൽ പവറാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? പവറാണ് ചോദിച്ചിരിക്കുന്നത്. പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ജനറലി നമുക്ക് പറയാനാണെങ്കിൽ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇവിടെ അപ്പോൾ റൊട്ടേഷണൽ പവർ ആയിരിക്കുമ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ടോർക്കായിട്ട് മാറും, വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ആയിട്ട് മാറും. ഇനി ഇതാ നോക്കിയേ, ഇവിടെ നമ്മൾ ജസ്റ്റ് ന്യൂമറിക്കൽസ് ആയിട്ടായിരുന്നെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യും, പക്ഷേ ഇവിടെ നമുക്ക് വെക്റ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വെക്റ്റേഴ്സിനെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണോ ക്രോസ് പ്രോഡക്റ്റ് എടുക്കണോ? നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ ഇതാണ്ട് ഇത്ര ആലോചിച്ചാൽ മതി. പവർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താ? പവർ എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലയോ? അപ്പോൾ സ്കെയിലാർ ക്വാണ്ടിറ്റി ഔട്ട്കം ആയിട്ട് വരണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എന്ത് എടുക്കേണ്ടത്? നമ്മളവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആയിരിക്കും എടുക്കേണ്ടത്. ഓക്കെ ആണേ? ഓക്കെ, സോ പവർ നമുക്ക് കണ്ടുപിടിക്കാം. പവർ ഈസ് ഈക്വൽ ടു എന്താ? നമുക്ക് ഫോഴ്സും കിട്ടിയിട്ടുണ്ട്, അതായത് ടോർക്കും കിട്ടിയിട്ടുണ്ട്, വെലോസിറ്റിയും ഉണ്ട്, ആംഗുലാർ വെലോസിറ്റി ഉണ്ട്. സോ ടോ ഡോട്ട് ഒമേഗ. ഒമേഗ ഡോട്ട് ടോ ആണെങ്കിലും ടോ ഡോട്ട് ഒമേഗ ആണെങ്കിലും എന്താ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരുപോലെ. ഓക്കെ, സോ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ നമുക്ക് ഈസി ആയിട്ട് അറിയാം. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഐയുടെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക, 2 × 1 2. അതേപോലെ ജെയുടെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക, 3 × 2 6. അതേപോലെ കെയുടെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക, 12, വിച്ച് ഈസ് ഈക്വൽ എത്ര? 8ഉം 12ഉം 8ഉം 20. ഓക്കെ, 20 വാട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, സോ പവറിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക, ടോ ഡോട്ട് വെലോസിറ്റി ഡബ്ല്യു അല്ല ഒമേഗ. ഓക്കെ 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 നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If angular momentum of a body is increased by 200%, its kinetic energy will increased by. ഓക്കെ, ആംഗുലാർ മൊമെൻറ്റം 200% ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ കൈനറ്റിക് എനർജി എത്ര ശതമാനം ഇൻക്രീസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പെർസെൻറ്റേജ് ഇൻക്രീസാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ സോ നോക്കാം, അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആംഗുലാർ മൊമെൻറ്റും കൈനറ്റിക് എനർജിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ? നമുക്കറിയാം, ഹാഫ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv² അല്ലയോ? ഒരു എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് m²v² ആവും. mv എന്ന് പറഞ്ഞാൽ p, m²v² എന്ന് പറയുമ്പോൾ p² ആവും, p²/2m ആവും അല്ലയോ? ഇത് നമുക്കറിയാം നമ്മുടെ ലീനിയർ മോഷനിലായിരുന്നെങ്കിൽ. നമുക്ക് ഇതേപോലെ തന്നെ സിമിലർ ആയിട്ട് ഈ സാധനം എവിടെ യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് ആംഗുലാർ കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കൈനറ്റിക് എനർജി ഇക്വേഷൻ എങ്ങനെ മാറും? ഹാഫ് ഇൻറ്റു, ഓക്കെ നമുക്ക് ഈ സിമിലറായിട്ട് ഇങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, നമുക്ക് എന്ത് വരുന്ന ആവശ്യം? നമുക്ക് ആംഗുലാർ മൊമെൻറ്റുമായിട്ട് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ വേണം അല്ലയോ? സോ കൈനറ്റിക് എനർജി കെ എന്ന് വിളിക്കാം. കെ ഈസ് ഈക്വൽ ടു എന്താ? p²/2m അല്ലയോ? ഇവിടെ ആംഗുലാർ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? l²/2. എമ്മിന് പകരം എന്ത് വരും? ഐ വരും. ഓക്കെ, l²/2i എന്ന് വരും. സോ അതായി കെ എന്ന് പറയുന്നത് l²/2i ആയി. ഇനി കെ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? നോക്കിയേ, കെ എന്ന് പറയുന്നത് l²/2i ആയി. ഇനി കെ ഡാഷ്, അതായത് കൈനറ്റിക് എനർജി ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇൻക്രീസ് ചെയ്യാൻ പോവാ. ഇൻക്രീസ് ചെയ്യുക. കെ ഡാഷ് എത്ര ആയി? കെ ഡാഷിൻ്റെ വാല്യൂ എനിക്കറിയത്തില്ല, അത് എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. പക്ഷേ എനിക്കറിയാം എന്താ ഇൻക്രീസ് ചെയ്തത്? അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റ് എന്ത് ചെയ്ത്? 200% ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അതായത് എൽ ഡാഷ് എന്ന് പറയുന്ന സാധനം എന്തായി? എൽ ഡാഷ് എന്ന് പറയുന്ന സാധനം എന്താ? അതായത് എല്ലിൻ്റെ കൂടെ എത്രയും കൂടെ ഇൻക്രീസ് ചെയ്ത്? 200% കൂടെ, അതായത് ഇരട്ടിയും കൂടെ ഇൻക്രീസ് ചെയ്ത് അല്ലയോ? എല്ലിൻ്റെ കൂടെ എല്ലിൻ്റെ ഇരട്ടി കൂടെ കൂട്ടി. സോ എൽ ഡാഷ് എന്ന് പറയുന്നത് മൊത്തം എത്ര? ഇപ്പം 3L അല്ലയോ? എല്ലിൻ്റെ കൂടെ ഇരട്ടി 200%. ഓക്കെ, 200% എന്ന് പറയുമ്പോൾ എത്ര? എല്ലിൻ്റെ കൂടെ 200% ഓഫ് എൽ. ഓക്കെ, 200% ഓഫ് എൽ എന്ന് പറയുമ്പോൾ എന്താ? 2L. ഓക്കെ, എല്ലിൻ്റെ കൂടെ 200% ഓഫ് എല്ലും കൂടെ കൂട്ടി. സോ എൽ ഡാഷ് എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര? 3L ആയി. ഓക്കെ, സോ കെ ഡാഷ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 3L² അല്ലയോ? 3L² എന്ന് പറയുമ്പോൾ 9L². 9L² / 2i. ഓക്കെ,
സോ കെ ബൈ കെ ഡാഷ് അല്ലെങ്കിൽ കെ ഡാഷ് ഡിവൈഡഡ് ബൈ കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബാക്കിയുള്ള ടേംസ് എല്ലാം വെട്ടിപ്പോകും. നമുക്ക് കിട്ടും 9:1 അല്ലെങ്കിൽ 9 ഡിവൈഡ് ബൈ 1 അല്ലെങ്കിൽ കെ ഡാഷ് ഈസ് ഈക്വൽ ടു 9K. അതായത് കെ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജി. രണ്ടാമത്തെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കൈനറ്റിക് എനർജിയുടെ 9 ഇരട്ടിയാണ് നമുക്ക് എന്ത് ചെയ്ത് മനസ്സിലായി. സോ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഓക്കെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താ? ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി എത്ര? 9K. ഇനിഷ്യൽ കൈനറ്റിക് എനർജി എത്ര? K ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ ഇൻറ്റു 100 which is equal to 9K minus K 8K. 8K divided by K, Kയും Kയും ക്യാൻസൽ ആയി പോവും. 8 into 100 800 എന്ന് കിട്ടും. ഓക്കെ, സോ 800% ആണ് എന്താ ഉണ്ടാകുന്നത്? കൈനറ്റിക് എനർജിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആയിരിക്കും എന്തോന്ന് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നോക്കാം, നമുക്ക് അങ്ങനെ ആണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് എ ബോഡി മൂവിങ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ്. ഓക്കെ, സോ ഇത് നീറ്റ് 2023 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു കോൺസെപ്ച്വൽ ക്വസ്റ്റ്യനാ, ഈസി ക്വസ്റ്റ്യൻ. അതാ നോക്കിയേ, ആംഗുലാർ ആക്സിലറേഷൻ്റെ ഡയറക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? എലോങ് ദ ആക്സ് ഓഫ് റൊട്ടേഷൻ ആയിരിക്കും. നമുക്ക് അറിയാവുന്നതല്ലയോ, ഒരു ബോഡി ഇങ്ങനെ കിടന്ന് കറങ്ങുക, ഒരു ആക്സിന് അബൌട്ടായിട്ട് ഒരു ബോഡി എന്ത് ചെയ്യുക? ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണെന്ന് വിചാരിക്കുക. സോ ഈ ബോഡിയുടെ ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? എലോങ് ദ ആക്സ് ആയിരിക്കും. ഓക്കെ ഓക്കെ സോ എലോങ് ദ ആക്സ് ഓഫ് റൊട്ടേഷൻ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? ദ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ സോളിഡ് സ്ഫിയർ ഓഫ് മാസ് m ആൻഡ് റേഡിയസ് r about its own axis to the radius of gyration of the thin hollow sphere of same mass and radius about its axis. Okay, സോ ശരിക്കും പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ ഓഫ് സോളിഡ് സ്പിയർ ഡിവൈഡഡ് ബൈ കെ ഓഫ് ഹോളോ സ്പിയർ ആണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എന്താണ്ട് ഇത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ. ഇത് ശരിക്കും പറഞ്ഞാൽ നീറ്റ് 2022 തോന്നുന്നു, 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം I ഈസ് ഈക്വൽ ടു എന്താ? mk² അല്ലെങ്കിൽ k ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് I/m ആണ് നമുക്ക് അറിയാം, റൂട്ട് ഓഫ് I/m. സോ കെ സോളിഡ് സ്പിയർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് I ഓഫ് സോളിഡ് സ്പിയർ ഡിവൈഡഡ് ബൈ m ദ ഹോൾ ഡിവൈഡഡ് ബൈ. ഓക്കെ, ഒറ്റ റൂട്ടിനകത്ത് എഴുതാം. ഞാൻ ഇതെല്ലാം കൂടെ ഒറ്റ റൂട്ടിനകത്ത് എഴുതാം, കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. സോ കെ ഹോളോ സ്പിയർ ആകുമ്പോൾ I ഹോളോ സ്പിയർ ഡിവൈഡഡ് ബൈ m. മാസ് രണ്ട് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് രണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ? I സോളിഡ് സ്പിയർ ഡിവൈഡഡ് ബൈ I ഹോളോ സ്പിയർ. ഓക്കെ 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 ഇനി I സോളിഡ് സ്പിയർ എന്താ? നമുക്കറിയാം I സോളിഡ് സ്പിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കാണാതറിയാം. എത്ര? 2/5 mr², അല്ലയോ? അതേപോലെ I ഹോളോ സ്പിയർ എത്ര? ഹോളോ സ്പിയർ ഈസ് ഈക്വൽ 2/3 mr². ഇത് രണ്ട് നമുക്ക് അറിയാവുന്ന വാല്യൂസ് അല്ലയോ? ഓക്കെ, സോ അങ്ങനെ ആണെങ്കിൽ ഈ വാല്യൂസ് രണ്ടും നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് I സോളിഡ് സ്പിയർ ആകുമ്പം 2/5 mr². ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്താ? ദ ഹോൾ ഡിവൈഡഡ് ബൈ 2/3 mr². ഓക്കെ, m ക്യാൻസൽ ആവും, r² ക്യാൻസൽ ആവും, നമുക്ക് 2ഉം 2ഉം ക്യാൻസൽ ആവും. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ 3 അങ്ങ് മേളിൽ പോവും, 3/5. ഓക്കെ, റൂട്ട് ഓഫ് 3/5 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 3 ഈസ് ടു റൂട്ട് 5. ഓക്കെ, സോ റൂട്ട് 3 ഈസ് ടു റൂട്ട് 5 ആൻസർ ഉണ്ടോ? നമുക്ക് ഇവിടെ ഓപ്ഷനിൽ ചെറിയ എറർ വന്നതാ. റൂട്ട് 3 ഈസ് ടു റൂട്ട് 5. ഓക്കെ, സോ ഇതാണെന്തോന്ന് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. സോ നോക്കാം, നമുക്ക് അങ്ങനെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു നീറ്റിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. 2 objects of mass 10 kg and 20 kg respectively are connected to the 2 ends of a rigid rod of length 10 meter. And with negligible mass, the distance of the center of mass of the system from the 10 kg mass. 10 kg mass എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം എങ്ങനെ കണ്ടുപിടിക്കാം? R ഈസ് ഈക്വൽ ടു 10 kg എന്നുള്ളതാണ് 2 പാർട്ടിക്കിൾ സിസ്റ്റം അല്ലേ? 10 kg എന്നുള്ളതാണ് കണ്ടുപിടിക്കണമെങ്കിൽ 20 kg ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ്, സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്ര? 10 മീറ്റർ ഡിവൈഡഡ് ബൈ m1 + m2, 20 + 10 30. ഓക്കെ, സോ ആ 2 പാർട്ടിക്കിൾ സിസ്റ്റം നമ്മൾ 2-3 കണക്കുകൾ നമ്മൾ ആ തുടക്കത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇക്വേഷൻ അറിയാം. R1 ഈസ് ഈക്വൽ ടു m2r ഡിവൈഡഡ് ബൈ m1 + m2 വിച്ച് ഈസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 30 അല്ലെങ്കിൽ 20/3 മീറ്റർ. ഓക്കെ, സോ 20/3 മീറ്റർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
സോ നോക്കി അങ്ങനെ ഏതാണ്ട് ഇതും നമ്മുടെ നീറ്റിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ആംഗുലാർ സ്പീഡ് ഓൺ എ ഫ്ലൈ വീൽ മൂവിംഗ് വിത്ത് യൂണിഫോം ആംഗുലാർ ആക്സിലറേഷൻ ചേഞ്ചസ് ഫ്രം 1200 RPM ടു 3120 RPM ഇൻ 16 seconds. ദ ആംഗുലാർ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം, നമുക്ക് ഇനിഷ്യൽ ഒമേഗയും തന്നിട്ടുണ്ട്, ഫൈനൽ ഒമേഗയും തന്നിട്ടുണ്ട് ഇല്ലേ? നമുക്കറിയാം ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട് പ്ലസ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലയോ, അല്ലെങ്കിൽ ഒമേഗ നോട്ട് പ്ലസ് ആൽഫ ടി. ഓക്കെ, സോ ഇത് ഒമേഗയും ഒമേഗ സീറോ ഒമേഗ ആയിട്ട് തന്നിട്ടില്ല, നമുക്ക് ആർ പി എം തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒമേഗ ഈസ് ഈക്വൽ ടു എന്താ 2πn ആണ്. എൻ എന്ന് പറഞ്ഞാൽ RPM അല്ല, RPS ആണ്, റൊട്ടേഷൻ പെർ സെക്കൻഡ് ആണ്. നമുക്ക് മിനിറ്റിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് RPS ആകും. സോ ഒമേഗ ഫൈനൽ നമുക്ക് കണ്ടുപിടിക്കാം. എത്ര RPM ആയി? ചേഞ്ചസ് ഫൈനൽ 3120 ആയി ഇല്ലയോ? സോ 3120 ഇൻറ്റു 2π. ഓക്കെ, 2π ഇൻറ്റു n. n എന്ന് പറഞ്ഞാൽ RPM-ലാണ് നിൽക്കുന്നത്. ഡിവൈഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എന്തിൽ കിട്ടും? നമുക്ക് RPS കിട്ടും. സോ ഒമേഗ ഫൈനൽ എത്ര കിട്ടും നമുക്ക്? 312 ഡിവൈഡ് ബൈ 6 ഇല്ലയോ? അതായത് 2π ഇൻറ്റു 312 ഡിവൈഡ് ബൈ 6. 312 ഡിവൈഡ് ബൈ 6 നമുക്ക് ചെയ്താൽ എന്തെങ്കിലും കിട്ടുമോ? ഡിവൈഡ് ബൈ 6, 5 ഇൻറ്റു 6 30, 1 2. ഓക്കെ, 2. ഓക്കെ, സോ 52 എന്ന് കിട്ടും. 52 വിച്ച് ഈസ് ഈക്വൽ എത്ര? 52 ഇൻറ്റു 2 104, 104π. ഓക്കെ, സോ 104π ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട് എത്ര? ഇനിഷ്യലി എത്ര ആയിരുന്നു? 1200 ആയിരുന്നു അല്ലയോ? 1200 ഇൻറ്റു ഒമേഗ ആക്കാൻ എന്ത് വേണം? ഒമേഗ ഇനിഷ്യൽ ഒമേഗ ആക്കാൻ എന്ത് വേണം? 2π ഇൻറ്റു n. ഓക്കെ, 1200/60. സോ അത് 20 കിട്ടും. സോ ഇത് എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6ഉം 12ഉം കൂടെ കട്ട് ചെയ്യും. 20 ഇൻറ്റു 2 40π കിട്ടും. സോ 40π കിട്ടും. സോ 104π ഈസ് ഈക്വൽ ടു 40π പ്ലസ് ആൽഫ ടി. ആൽഫ ടി എത്ര? ടി എന്ന് പറയുന്നത് എത്ര സെക്കൻഡാന്ന് പറഞ്ഞിട്ടുണ്ട്? 16 സെക്കൻഡാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ആൽഫ ഇൻറ്റു 16 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടാം? 104 മൈനസ് 40. അത് എത്ര കിട്ടും നമുക്ക്? 104 നിന്ന് 40 പോകണം അല്ലേ? 100 നിന്ന് 40 പോയാൽ 60 ആവും. 64π. ഓക്കെ, സോ ആൽഫ ഈസ് ഈക്വൽ ടു എത്ര? π ഇൻറ്റു 64 ഡിവൈഡ് ബൈ 16 വിച്ച് ഈസ് ഈക്വൽ ടു π ഇൻറ്റു 16 64 കൂടെ കട്ട് ചെയ്യുമ്പം 4 കിട്ടും അല്ലേ? സോ 4π എന്ന് ആൻസർ കിട്ടും. അതെത്ര? 4π rad/s². ഓക്കെ, സോ ഓപ്ഷൻ എ ആയിരിക്കും തോന്നുന്നു കറക്റ്റായിട്ടുള്ള ആൻസർ. നോക്കാം, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? ദ റേഷ്യോ ഓഫ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ തിൻ യൂണിഫോം ഡിസ്ക് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് നോർമൽ ടു ഇറ്റ്സ് പ്ലെയിൻ. ഓക്കെ, അത് നമുക്കറിയാം അല്ലേ? ഒരു ഡിസ്ക് ഉണ്ട്, ഡിസ്കിൻ്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം, അതേപോലെ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോവുകയും വേണം. ഓക്കെ, ഇങ്ങനെ ഈ റൊട്ടേഷൻ I ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഈ റൊട്ടേഷൻ എത്ര ആയിരുന്നു? mr²/2 ആണ് ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അല്ലയോ? ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പം നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? ഇറ്റ്സ് പ്ലെയിൻ ടു ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദ ഡിസ്ക് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ ഡയമീറ്ററിന് എബൌട്ടായിട്ട് ഇതിനെന്ത് ചെയ്യാം? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഡയമീറ്ററിന് എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് വേറൊരു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണുമല്ലോ. ആ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും തമ്മിലുള്ള റേഷ്യോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇല്ലയോ? സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ റേഷ്യോ അല്ല നമ്മൾ ചോദിച്ചിരിക്കുന്നത്, റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ റേഷ്യോ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ റേഷ്യോ എടുക്കാൻ പറ്റൂ. ഓക്കെ, സോ I ഈസ് ഈക്വൽ ടു mr²/2 ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് താണ്ടെ ഈ ഡയമീറ്ററിന് എബൌട്ടായിട്ടുള്ള റൊട്ടേഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയിൽ നമുക്ക് കിട്ടേണ്ടത് ആണ് അല്ലേ? അതെങ്ങനെ കിട്ടും? നമുക്കറിയാം പെർപെൻഡിക്കുലർസ് തിയറം വെച്ചിട്ട് നമുക്കറിയാം IX ഇതാണ്ടെ നോക്കിയേ, ഇത് എക്സ് ആണെന്ന് വിചാരിക്കുക, ഇത് വൈ ആണെന്ന് വിചാരിക്കുക. IX പ്ലസ് IY ആണെന്ന് തോന്നുന്നു IZ എന്ന് പറയുന്നത് അല്ലയോ? അതായത് mr²/2 എന്ന് പറയുന്നത് എന്താ? IX പ്ലസ് IY ആ. ഇവിടെ നമുക്കറിയാം സർക്കുലർ ഡിസ്കിൻ്റെ കേസിൽ എക്സും IX-ഉം IY-യും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സോ നമുക്ക് എന്ത് പറയാം? 2IX ഈസ് ഈക്വൽ ടു ഓക്കെ IX അല്ലെങ്കിൽ Y. ഓക്കെ, എന്തായാലും എന്താ? ഡയമീറ്ററിന് എലോങ് ആയിട്ടുള്ള ആക്സിസാണ്. സോ ജനറലായിട്ട് ID എന്ന് വിളിക്കാം. IX അല്ലെങ്കിൽ IY നമുക്ക് എന്ത് വിളിക്കാം? IX-ഉം IY-യും എന്താണ്? സെയിം ആണ്. അതിനെ ഞാൻ ID എന്ന് വിളിച്ചു. സോ 2 ഇൻറ്റു ID ഈസ് ഈക്വൽ ടു mr² ഡിവൈഡ് ബൈ 2. I ഡയമീറ്ററിന് അബൌട്ടായിട്ടാണെങ്കിൽ mr² ഡിവൈഡ് ബൈ 4 ആണ്. ഓക്കെ, സോ mr² ഡിവൈഡ് ബൈ 4 ആണ്. ഇനി നമുക്കറിയാം നമുക്ക് എന്തിൻ്റെ റേഷ്യോ വേണ്ടുന്നത്? ഇതാണ്ടേ IDയുടെയും
ഇടയും അല്ലേ, ഐ ഇസഡ് എന്ന് വിളിച്ചോട്ടെ ഇതിനെ, ഐ ഇസഡിൻ്റെ. സോ നമുക്ക് വേണ്ടുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ ഐ ഇസഡ് ഡിവൈഡഡ് ബൈ ഐ ഡി. ഓക്കെ, സോറി, ഐ ഇസഡ് ബൈ ഐ ഡി റേഷ്യോ അല്ല നമുക്ക് വേണ്ടത് എന്താ, റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ റേഷ്യോ ആണ് വേണ്ടുന്നത്. ഓക്കെ, സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഐ ഈസ് ഈക്വൽ ടു എന്താ, എം കെ സ്ക്വയർ അല്ലയോ, ഐ ഡി ഈസ് ഈക്വൽ ടു എന്താ, എം ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ. കെ ഡിസ്കിൻ്റെ ഇസഡ് ആയിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ഐ ഡിയുടെ ആയതുകൊണ്ട് കെ ഡി എന്ന് വിളിക്കുന്നു. ഓക്കെ, എം ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് എം കെ ഡി സ്ക്വയറാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം എമ്മും കട്ട് ചെയ്ത് കളയാം, കെ ഡി ഈസ് ഈക്വൽ ടു എന്താ, ആർ ബൈ 2 എന്ന് വിളിക്കാം. ഓക്കെ, കെ ഡി ഈസ് ഈക്വൽ ടു ആർ ബൈ 2. ഓക്കെ, കെ ഡി കിട്ടി. അതേപോലെ സിമിലറായിട്ട് നമുക്ക് ആരെയും കണ്ടുപിടിക്കണം, കെ ഇസഡും കണ്ടുപിടിക്കണം അല്ലയോ. ഐ ഇസഡ് ഈസ് ഈക്വൽ ടു എന്താ, എം ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ, എം ഇൻറ്റു കെ ഇസഡ് സ്ക്വയറാണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് കെ ഇസഡ് എന്ത് കിട്ടും നമുക്ക്, എമ്മും ക്യാൻസൽ ചെയ്ത് കളയാം, ആർ ബൈ റൂട്ട് 2 എന്ന് കിട്ടും. ഓക്കെ, കെ ഇസഡ് എന്ന് പറയുന്നത് ആർ ബൈ റൂട്ട് 2 എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഷ്യോ എന്താ, കെ ഇസഡ് എ ബൈ കെ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ കെ ഇസഡ് എന്താ, ആർ ബൈ റൂട്ട് 2, ആർ ബൈ റൂട്ട് 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ ആർ ബൈ 2. ആറും കട്ട് ചെയ്ത് പോവും വിച്ച് ഈസ് ഈക്വൽ ടു കെ ഇസഡ് ഡിവൈഡഡ് ബൈ കെ ഡി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്, 2 ബൈ റൂട്ട് 2 എന്ന് കിട്ടും, അല്ലെങ്കിൽ 1 ബൈ റൂട്ട് 2 എന്ന് കിട്ടും. ഓക്കെ, സോ 1 ബൈ റൂട്ട് 2 എന്ന് കിട്ടും, 1 ബൈ റൂട്ട് 2. ഓക്കെ, ഓപ്ഷൻ സി ആണെന്ന് തോന്നുന്നു നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയത് ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്, ഇതും നമുക്ക് നീറ്റിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് ക്വസ്റ്റിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5-6-7 ക്വസ്റ്റിനായിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കുക, പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻസാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യുന്നതും എല്ലാം എന്തായിരിക്കും, പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്, ഫ്രം എ സർക്കുലർ റിംഗ് ഓഫ് മാസ് എം റേഡിയസ് ആർ ആൻഡ് ആർ കറസ്പോണ്ടിങ് ടു എ 90-degree sector is removed. The moment of inertia of the remaining part of the ring about an axis passing through the center of the ring and perpendicular to the plane of the ring is k times mr square. ഓക്കെ, സോ ഒരു റിംഗ് ഉണ്ടായിരുന്ന ആ റിങ്ങിൻ്റെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, 90-degree സെക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര സെക്ടർ എന്ത് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് കെ ടൈംസ് എം ആർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ ചോദിച്ചിരിക്കുന്നത്. സോ എനിവേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് എന്ത് ചെയ്യണം, എന്തായാലും കണ്ടുപിടിക്കണം. ഓക്കെ, സോ അതാ നോക്കിയേ, നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ല, ഒരു റിംഗ് ആണെങ്കിൽ നമുക്ക് ഇതേ കണക്ക് ഒരു ആർക്ക് അല്ലെങ്കിൽ ഒരു സെക്ടർ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷനകത്ത് ഒന്നും മാറ്റമൊന്നുമില്ല, നമ്മൾ മാസ് എടുക്കുമ്പോൾ ഏത് മാസ് മാത്രം എടുത്താൽ മതി, ഈ റിമൈനിങ് പാർട്ടിൻ്റെ മാസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി അല്ലയോ. സോ റിമൈനിങ് പാർട്ടിൻ്റെ മാസ് എത്ര, ടോട്ടൽ മാസ് എത്ര, എം ഉണ്ടായിരുന്നു. അപ്പോൾ m/4 എന്ത് ചെയ്ത് പോയിട്ടുണ്ട്, ഈ ഒരു സെക്ഷനിലേ പോയത്, ഈക്വൽ സെക്ഷൻസ് അല്ലേ 4 എണ്ണം, ഒരെണ്ണത്തിൻ്റെ മാസ് എത്ര, m/4, ഒരു സെക്ടറിൻ്റെ മാസ് m/4. ഓക്കെ, 90-degree സെക്ടർ ആയതുകൊണ്ടാണേ ആണ്. സോ m/4, അപ്പോൾ ബാക്കിയുള്ള മാസം എല്ലാം കൂടെ എത്ര, 3m/4 ഉണ്ട്. ഓക്കെ ആണോ. ഓക്കെ, സോ ഐ ഈസ് ഈക്വൽ ടു എന്താ, നമുക്കറിയാം റിങ്ങിൻ്റെ ഇക്വേഷൻ എന്താ, mr സ്ക്വയർ അല്ലേ, mr സ്ക്വയർ. ഇവിടെ എമ്മിന് വരെ എത്ര എം ഉണ്ട്, 3/4 എം ആണ് ഉള്ളതെന്നേ ഉള്ളൂ. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു 3/4 mr സ്ക്വയർ. ഇനി നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഐ ഈസ് ഈക്വൽ ടു എന്താണ്, കെ ടൈംസ് mr സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തുകൂടെ, കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കെ ഈസ് ഈക്വൽ ടു എന്താണ്, 3/4 ആണ്. ഓക്കെ, സോ കെ ഈസ് ഈക്വൽ ടു 3/4, ഓപ്ഷൻ എ ആണെന്ന് തോന്നുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റിനാണ്. സോ നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ നോക്കിയാൽ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, 3 identical spheres of each mass m are placed corners right angle triangle with mutually perpendicular sides equal to 2 meter. ഓക്കെ, സോ അതാണ്ട് എം മാസ് ഇവിടെ വെച്ചിട്ടുണ്ട്, എം മാസ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു എം മാസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് നമുക്ക് അറിയാം ഇല്ലയോ, ഇങ്ങനെ മാസ് 3 മാസ് ഈക്വൽ മാസ് ഇത് കണക്ക് എ ഡിസ്റ്റൻസിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്തായിരിക്കും, a/3 ആയിരിക്കും അല്ലയോ, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലയോ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകം അത് പഠിക്കണമെന്ന്. സോ a/3 ഇവിടെ എ എന്ന് പറയുന്നത് എത്ര, 2 ആണ്. സോ സെൻറ്റർ ഓഫ് മാസ് എന്താ, 2/3, 2/3 സെൻറ്റർ ഓഫ് മാസ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വെക്ടർ വേണമെങ്കിലോ, വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനുമായിട്ടുള്ള ഉണ്ടാക്കുന്ന ഒരു പൊസിഷൻ വെക്ടർ നമുക്ക് വേണമെങ്കിലോ, നമുക്കറിയാം ഈസിയാണ്, എന്താ 2/3i പ്ലസ് 2/3j. ഓക്കെ അല്ലേ. ഓക്കെ, സോ 2/3 കോമൺ എടുത്ത് കഴിഞ്ഞാൽ 2/3 i പ്ലസ് j, ഓപ്ഷൻ സി ആയിരിക്കും എന്തെന്ന് റൈറ്റ് ആൻസർ. ഓക്കെ, സോ നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
എന്താ ചോദിച്ചേക്കുന്നത്? 2 particles of mass 5 and 10 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, റോഡ് 1 മീറ്റർ റോഡുള്ള ലെങ്തിൽ 5 മീറ്ററും 5 കിലോഗ്രാമും 10 കിലോഗ്രാമും കൂടെ എന്ത് ചെയ്യുക, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുക. സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം ഫ്രം ദ 5 കിലോഗ്രാം. 5 കിലോഗ്രാമിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സോ ആർ ഈസിക്കൽ ടു എന്താ, 10 ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര, 1 മീറ്റർ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്ര, 15. സോ 10 ഡിവൈഡഡ് ബൈ 15. ഓക്കെ, 10 ഡിവൈഡ് ബൈ 15 നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്താൽ എന്ത് കിട്ടും, 5 കൊണ്ട് കട്ട് ചെയ്താൽ 2 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. സോ 2 ഡിവൈഡഡ് ബൈ 3 നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ചെയ്യുമ്പം 6.66 അങ്ങനെ 0.66 മീറ്റർ എന്ന് ഉള്ള രീതിയിൽ കിട്ടും അല്ലേ. 0.66 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 67 സെൻറ്റിമീറ്റർ. അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, 67 സെൻറ്റിമീറ്റർ എന്ന് പറയാം. ഓക്കെ, 0.66 മീറ്റർ എന്ന് കിട്ടും, 66.66 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് 67 സെൻറ്റിമീറ്റർ എന്ന് വിളിക്കാം. ഓക്കെ. സോ നോക്കാം, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The angular speed of the wheel of a vehicle increased from 360 rpm to 1200 rpm in 14 seconds. Okay, its angular acceleration is ചോദിച്ചേക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം, ആൽഫ ഈസ് ഈക്വൽ ടു ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനിഷ്യൽ ഡിവൈഡഡ് ബൈ അതിനെടുത്ത സമയം, വിച്ച് ഈസ് ഈക്വൽ ഒമേഗ ഫൈനൽ എത്ര, 1200 rpm ആയതല്ലേ. ഒമേഗ ഈസ് ഈക്വൽ ടു 1200 ഇൻറ്റു 2π ഡിവൈഡഡ് ബൈ 60 ചെയ്യണം. ഓക്കെ, RPM-ലാണ്, RPS-ലാക്കണം. 2π ഇൻറ്റു എസ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 2π ഇൻറ്റു 60. ഓക്കെ, 60 ക്യാൻസലായി പോവും, 220. സോ 20 എന്ന് കിട്ടും. ഓക്കെ, 20 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ എത്ര കിട്ടും, 40π എന്ന് കിട്ടും. 2 ഇൻറ്റു 4 40π. ഓക്കെ, സോ ഒമേഗ ഫൈനൽ 40π കിട്ടുന്നു, മൈനസ് ഒമേഗ ഇനിഷ്യൽ എത്ര കിട്ടുന്നു, ഒമേഗ ഇനിഷ്യൽ എത്ര ആയിരുന്നു, 360 rpm ആയിരുന്നു. സോ 360 ഇൻറ്റു 2π ഇൻറ്റു 1/60. സോ ഇത് നമുക്ക് എന്ത് കിട്ടും, 12π കിട്ടും. ഓക്കെ, സോ 40π മൈനസ് 12π ഡിവൈഡഡ് ബൈ 14 വിച്ച് ഈസ് ഈക്വൽ ടു 40 മൈനസ് 12 എത്ര കിട്ടും, 40 മൈനസ് 10 30 കിട്ടും. 30 2 കൂടെ പോയി കഴിഞ്ഞാൽ 28 ഡിവൈഡഡ് ബൈ 14. സോ 14ഉം 28ഉം കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 2π എന്ന് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണെന്ന് കറക്റ്റായിട്ടുള്ള ആൻസർ. സോ നോക്കാം, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതും നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഞാൻ പറഞ്ഞില്ലേ ഇനി അങ്ങോട്ട് വരുന്നില്ല, എന്താ നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ്. സോ അതാ നോക്കിയാൽ ഇവിടെ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താ, ഫൈൻഡ് ദ ടോർക്ക് അബൌട്ട് ദ ഒറിജിൻ വെൻ എ ഫോഴ്സ് ഓഫ് 3J ന്യൂട്ടൺ ആക്ട്സ് ഓൺ എ പാർട്ടിക്കിൾ ഹൂസ് പൊസിഷൻ വെക്ടർ ഈസ് 2k മീറ്റർ. ഓക്കെ, ടോർക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത്. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, R ക്രോസ് F. ഓക്കെ, R ക്രോസ് F. ഇത് തന്നെ ഓർക്കണം, R ക്രോസ് F. R ആദ്യമേ, F രണ്ടാമത്, R ക്രോസ് F. ഓക്കെ, ഇനി R ക്രോസ് F ആണെങ്കിൽ നിങ്ങൾ ഇത് R ക്രോസ് F ഇട്ട് നിങ്ങൾ ചെയ്തു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ്ട് ഇത് അല്ലാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാ നോക്കിയേ, നമുക്കറിയാം ടോർക്ക് എന്ന് പറഞ്ഞാൽ R ക്രോസ് F. R എന്ന് പറഞ്ഞാൽ എന്താ, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 2k അല്ലേ. K ക്രോസ് J അല്ലേ വരുന്നത് ഇവിടെ. നമുക്കറിയാം I ഇതായിരുന്നു, J ഇതായിരുന്നു, K ഇതായിരുന്നു വിചാരിക്കുക. I എന്ന് പറയുന്നത് ഇത് അല്ലെങ്കിൽ വേണ്ട, എറ്റ് സൈഡ്സ് തന്നെ I എന്ന് കൊടുക്കുക, നമുക്ക് അങ്ങനെയല്ലേ പരിചയം. ഓക്കെ, സോ ഇത് I ആയിരുന്നു വിചാരിക്കുക, ഇത് J ആയിരുന്നു വിചാരിക്കുക, ഇത് K ആയിരുന്നു വിചാരിക്കുക. I ക്രോസ് J എന്ത് കിട്ടും, K കിട്ടും, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി J ക്രോസ് K എന്ത് കിട്ടും, I കിട്ടും ഇല്ലയോ. J ക്രോസ് K എന്ത് കിട്ടും, I കിട്ടും. ഇനി K ക്രോസ് J ആണെങ്കിലോ, ഓക്കെ, J ക്രോസ് K എന്ത് കിട്ടും, J ക്രോസ് K നമുക്ക് എന്ത് കിട്ടും, I കിട്ടും. I ക്രോസ് J നമുക്ക് എന്ത് കിട്ടും, K കിട്ടും. അതിന് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇനി തിരിച്ചാണെങ്കിലോ, I ക്രോസ് J അല്ല, J ക്രോസ് I ആണെങ്കിലോ, J ക്രോസ് I ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തുവാ, -K ആയിരിക്കും. ഓക്കെ, J ക്രോസ് K. അതേപോലെ K ക്രോസ് J ആണെങ്കിലോ, ഇവിടെ വരുന്നത് എങ്ങനെയാ, 2Kയും 3Jയും. K ക്രോസ് J എന്ന് വരും ഇല്ലേ, K ക്രോസ് J എന്ന് വരും. K ക്രോസ് J ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇതാ നോക്കിയേ, K ക്രോസ് J ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, J ക്രോസ് K ആണെങ്കിൽ നമുക്ക് I കിട്ടും. K ക്രോസ് J ആണെങ്കിൽ നമുക്ക് ആരെ കിട്ടും, -I കിട്ടും. ഓക്കെ, സോ K ക്രോസ് J ഈ രണ്ട് വെക്ടറും തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, -I ആയിരിക്കും. ഓക്കെ, സോ പെർപെൻഡിക്കുലർ ആയിട്ട്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ ആയിരിക്കും കിട്ടുന്നത്, അത് -I ആയിരിക്കും. നമ്മളിത് പഠിച്ചിട്ടുള്ള, നമുക്ക് അറിയാവുന്നില്ലേ, അറിഞ്ഞുകൂടെങ്കിൽ ഇത് ഓർത്ത് വെച്ചേക്കുക. എന്താ, അതാണ് നോക്കിയേ, I J K ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, I ക്രോസ് J എന്ത് കിട്ടും, K കിട്ടും. J ക്രോസ് K എന്ത് കിട്ടും, I കിട്ടും. K ക്രോസ് I എന്ത് കിട്ടും, J കിട്ടും. ഓക്കെ, ഇങ്ങനെ പറഞ്ഞ് പോകാൻ പറ്റും.
ഓക്കെ ആണോ? ഇനി നേരെ തിരിച്ചാ പറയുന്നെങ്കിലോ അതായത് ഐ ക്രോസ് കെ ആണെങ്കിലോ മൈനസ് ജെ കിട്ടും, കെ ക്രോസ് ജെ ആണെങ്കിലോ മൈനസ് ഐ കിട്ടും, അതേപോലെ ജെ ക്രോസ് ഐ ആണെങ്കിലോ മൈനസ് കെ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ. സോ നോക്കാം, നമുക്കിവിടെ മൈനസ് ഐ ആയിരിക്കും എന്തായാലും ആൻസർ എന്ന് അറിയാം. നമുക്കിവിടെ ഓപ്ഷനകത്ത് മൈനസ് ഐ വരുന്ന ഓപ്ഷൻ എവിടെയുള്ളൂ? -6 ഐ വരുന്ന ഓപ്ഷൻ ഡി എ ഉള്ളൂ അല്ലയോ? നാലാമത്തെ ഓപ്ഷനേ ഉള്ളൂ. സോ ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും എന്തോന്നും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. ഈ ഐയും ജെയും ഈ ജെ വരുന്ന ഓപ്ഷനും കെ വരുന്ന ഓപ്ഷനും നമുക്ക് സിമ്പിളായിട്ട് എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താ? ജെയും കെയും എന്തായാലും വരത്തില്ല. കാരണം എന്താ? ഈ രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആയിരിക്കും അത്. ഓക്കെ. നമുക്ക് പുതിയ കിട്ടുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആയിരിക്കും. ഓക്കെ. ക്രോസ് പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത അത്. സോ നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി എന്താ വെച്ചിരിക്കുന്നത്? ദ മൊമെൻറ്റ് ഓഫ് ദ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് ഒരു വെക്ടറായിട്ട് തന്നിട്ടുണ്ട്. അതേപോലെ എന്താ പറഞ്ഞേക്കുന്നത്? ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ? 2,0,-3 എന്ന് പറയുന്ന പോയിന്റിലാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. ഇനി എന്ത് തന്നിട്ടുണ്ട്? ഏത് പോയിന്റിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്? 2 - 2 എന്ന് പറയുന്ന പോയിന്റിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സിൻ്റെ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസാണ്. ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് എന്താ കിട്ടുന്നത്? ടോർക്കാണ്. സോ ഫോഴ്സിൻ്റെ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ടോർക്കാണ് സാധനം. ടോർക്കാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താ? ആർ ക്രോസ് എഫ് ആണ്, നമുക്കറിയാം അല്ലയോ? ആർ ക്രോസ് എഫ്. എഫ് ഒരു വെക്ടറായിട്ട് തന്നിട്ടുണ്ട്. ആർ എന്ന് പറയുന്ന റേഡിയസ് അല്ലെങ്കിൽ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് വെക്ടറായിട്ട് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. നമുക്ക് ആകെ അറിയാവുന്ന എന്താ? ഒരു എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് വെക്ടറായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് 4i + 5j - 6k. ഇനി ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതാ പോയിന്റ്? 2,0,3 എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഏത് പോയിന്റിന് എബൌട്ടായിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 2, -2, -2. ഈ പോയിന്റിന് എബൌട്ടായിട്ട് കറങ്ങുമ്പോൾ, ഓക്കെ, ഈ പോയിന്റിന് എബൌട്ടായിട്ട് ഈ ഒരു പോയിന്റിൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ ഈ പോയിന്റിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ആർ എന്ന് പറയുന്ന വെക്ടർ നമുക്ക് വേണം. ഈ ആർ എന്ന് പറയുന്ന വെക്ടർ നമുക്ക് രണ്ട് പൊസിഷൻ കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ ആർ എന്ന് പറയുന്ന വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുന്ന വെക്ടർ ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ആർ ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിന് എബൌട്ടായിട്ടല്ലയോ? സോ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വേണം നമ്മൾ വെക്ടറിന് ഡയറക്റ്റ് ചെയ്യാൻ. ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുന്ന വെക്ടറിനെ എനിക്ക് എങ്ങനെ എഴുതാം? 2 - 2 × i. ഓക്കെ. ഇതേ മൈനസ് ഇത് ചെയ്യണം. സോ 2 - 2 എത്ര? 0i വരും. 0i. അടുത്തത് പ്ലസ് ജെയുടെ കമ്പോണൻ്റ് എങ്ങനെ എഴുതുന്നത്? 0 - -2. 0 - -2 എന്താവും? +2 ആവും. സോ 2j വരും അത്. ഇനി അടുത്തത് കെയുടെ കമ്പോണൻ്റ് 3 - -2 മൊത്തത്തിൽ അത് 5k വരും. ഓക്കെ ആണോ? ഓക്കെ. ഇതാണ് ആർ വെക്ടർ കിട്ടി. ഇനി ആർ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് അല്ലയോ? ആർ ക്രോസ് എഫ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? IJK ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാം. ഐ എന്താ? ആർ ക്രോസ് എഫ്. ആറിൻ്റെ ആദ്യം എഴുതണം. സോ 0 to 5. ഓക്കെ. 0 to 5. ഓക്കെ, സോറി, ഒരു മിസ്റ്റേക്ക് പറ്റി. ഇവിടെ -3 ആയിരുന്നല്ലേ? സോ -3 ആയിരുന്നു. -3 ആകുമ്പോൾ -3 -2 വരും. -3 -2 വരുമ്പോൾ എന്ത് കിട്ടും? -1 വരും. ഓക്കെ. -3 + 2. -3 -2 അല്ലെങ്കിൽ -3 + 2 അതെന്ത് വരും? -1 വരും. സോ അത് -k ആയിരുന്നേ. -k. സോ ഇവിടെ -1. ഇനി എഫ് എത്ര? 4, 5 - 6. 4, 5 - 6 വിച്ച് ഈസ് ഈക്വൽ ടു i ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും? 6 × 2 -12 + 5 -12 + 5 -7 കിട്ടും. ഇനി മൈനസ് ജെ ഇൻറ്റു ജെയുടെ ഏതൊക്കെയാ? 0 -4. സോ +4 വരും. പ്ലസ് കെ ഇൻറ്റു എന്ത് വരും? കെ ഇൻറ്റു 0 - 8 -8. സോ നമുക്ക് ടോർക്ക് കിട്ടി, മൊമെൻറ്റ് കിട്ടി. എത്ര? -7i -4j -8k. ഓക്കെ. -7i -4j -8k. ഓപ്ഷൻ ഡി ആണ് എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ.